നമ്മൾ ഇന്ന് പഠിക്കുന്നത് പി എൻ ജംഗ്ഷനാണ്. പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിസിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിനകത്ത് സെമി കണ്ടക്ടേഴ്സിനകത്ത് വരുന്ന ടോപ്പിക്കാണ് പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയോഡ്. എന്താണ് പി എൻ ജംഗ്ഷൻ്റെ പ്രത്യേകത? പി എൻ ജംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്റ്റ് ചെയ്യത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്റ്റ് ചെയ്യത്തുള്ളൂ. റിവേഴ്സ് ഡയറക്ഷനിൽ ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. എന്താണ് പി എൻ ജംഗ്ഷൻ്റെ പ്രത്യേകത? പി എൻ ജംഗ്ഷൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്റ്റ് ചെയ്യത്തുള്ളൂ. റിവേഴ്സ് ഡയറക്ഷനിൽ ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതാണ് പി എൻ ജംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട് ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും എടുത്ത് ചേർത്ത് വെച്ചാൽ ആവുമോ? ആവത്തില്ല. പിന്നെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ വേഫർ എടുക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്താൽ എന്നാ പറ്റും? ഡോപ്പ് ചെയ്ത സൈഡിലേക്ക് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്താൽ ഡോപ്പ് ചെയ്ത സൈഡിൽ എന്ത് സംഭവിക്കും? അവിടെ എൻ ടൈപ്പായിട്ട് ചേഞ്ച് ആവും. നമ്മൾ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അവിടെ എന്തായിട്ട് മാറും? അവിടെ എൻ ടൈപ്പായിട്ട് മാറും. അപ്പോൾ നോക്കിക്കേ, പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലായിരുന്നു. അതിലേക്ക് ഒരു സൈഡിൽ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ആ സൈഡ് മാത്രം എൻ ടൈപ്പ് ആവും. അങ്ങനെ അതൊരു പി എൻ ജംഗ്ഷൻ അവിടെ നമുക്ക് ഫോം ചെയ്ത് കിട്ടും. അപ്പം ഡോപ്പിംഗ് വഴിയാണ് പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ എൻ ടൈപ്പും ഒരു സൈഡിൽ പി ടൈപ്പുമാണ്. പി ടൈപ്പിൻ്റെ പ്രത്യേകത എന്താ? പി ടൈപ്പിനകത്ത് മെജോറിറ്റി കാരിയർ ഹോൾസ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയർ ഹോൾസ് ആണ്. അതായത് നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നിടത്ത് മെജോറിറ്റി കാരിയർ ഹോളും മൈനോറിറ്റി കാരിയർ ഇലക്ട്രോണുമാണ്. അതേ ക്രിസ്റ്റലിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താണ്? എൻ ടൈപ്പാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? അവിടെ നമ്മൾ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മെജോറിറ്റി കാരിയർ ആരാ? ഇലക്ട്രോൺ ആണ്. പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് എൻ ടൈപ്പിൻ്റെ ആ സൈഡിലത്തെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോണും മൈനോറിറ്റി കാരിയർ ഹോളുമാണ്. അപ്പം നമ്മളൊരു പി എൻ ജംഗ്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യം, പി സൈഡിൽ മെജോറിറ്റി കാരിയർ ഹോളാണ്, മൈനോറിറ്റി കാരിയർ ഇലക്ട്രോൺ ആണ്. അതായത് അവിടെ ഹൈ ഹോൾ കോൺസെൻട്രേഷൻ ഉണ്ട്. എൻ സൈഡ് എടുത്താൽ മെജോറിറ്റി കാരിയർ ഇലക്ട്രോണും മൈനോറിറ്റി കാരിയർ ഹോളുമാണ്. അപ്പോൾ അവിടെ ഹൈ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഉണ്ട്. നോക്കിക്കേ, സെയിം സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൻ്റെ ഒരു സൈഡിൽ ഹൈ ഹോൾ കോൺസെൻട്രേഷനാണ്, മറ്റേ സൈഡിൽ ഹൈ ഇലക്ട്രോൺ കോൺസെൻട്രേഷനാണ്. അപ്പോൾ എന്നാ സംഭവിക്കും? ജംഗ്ഷനിൽ പി സൈഡിൽ നിന്നുള്ള ഹോൾസ് പതുക്കെ എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് തുടങ്ങും. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ, നമ്മൾ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കുക. റൂമിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചു വയ്ക്കുക. എന്നാ സംഭവിക്കും? ആ സ്മെല്ല് കത്തിച്ചെടുത്ത് മാത്രമേ കാണത്തുള്ളൂ? ഇല്ല, അവിടുന്ന് അത് ആ റൂം മുഴുവൻ സ്പ്രെഡ് ചെയ്യും. എന്ന് പറയുന്ന പോലെ എവിടെയെങ്കിലും ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പതുക്കെ അത് സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ പി റീജിയണിൽ കൂടുതലാണ്. പി റീജിയണിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ആണ്. സോ പി റീജിയണിൽ നിന്ന് ഈ ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. എങ്ങോട്ട്? എൻ റീജിയണിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ എൻ റീജിയണിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ വെരി ഹൈ ആണ്. അപ്പോൾ എൻ റീജിയണിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയണിലേക്കും ഡിഫ്യൂസ് ചെയ്യും. സോ ജംഗ്ഷനിൽ എന്താ സംഭവിക്കുന്നത്? പി റീജിയണിൽ നിന്ന് ഹോൾസ് എൻ റീജിയണിലോട്ടും ഡിഫ്യൂസ് ചെയ്യും. എൻ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് പി റീജിയണിലോട്ടും ഡിഫ്യൂസ് ചെയ്യും. ഇനി ഈ എൻ റീജിയണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പി റീജിയണിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ റീജിയണിൽ ഒരു ഇലക്ട്രോൺ, എൻ റീജിയണിലെ മെജോറിറ്റി കാരിയർ ആണ് ഇലക്ട്രോൺ, അത് പി റീജിയണിലോട്ട് പോകുമ്പം എൻ റീജിയണിൽ എന്നാ സംഭവിക്കും? ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ആയിരുന്നു. അപ്പം ഈ പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണാണ് ഇറങ്ങി പിയിലോട്ട് പോകുന്നത്. എന്നിൽ നിന്നും ഇറങ്ങി എങ്ങോട്ട് പോവാണ് ഇലക്ട്രോൺ? പിയിലോട്ട് പോവാം. സോ പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പം പെൻഡാവാലൻ്റ് ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ട് മാറും. അപ്പം എൻ റീജിയണിൽ നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോൺ പി റീജിയണിലോട്ട് പോകുമ്പോൾ അവിടെ എന്നാ സംഭവിക്കുന്നുണ്ട്? ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത്
ആഡ് ചെയ്ത പെൻഡാവാലൻ്റ് ആറ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ കൂടെ നിന്നാണ് ഇലക്ട്രോൺ മിസ്സായി പോകുന്നത്. അപ്പം ന്യൂട്രലായിരുന്ന പെൻഡാവാലൻ്റ് ആറ്റം ഇപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറും. സോ എൻ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് പി റീജിയണിലോട്ട് പോകുമ്പം എൻ റീജിയണിൽ അത്രയും തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യുവാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എൻ റീജിയണിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺസ് പി റീജിയനിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. പി റീജിയനിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുമ്പം എത്ര ഇലക്ട്രോൺ ആണോ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് അത്രത്തോളം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എൻ റീജിയണിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ വരുന്ന ഇലക്ട്രോൺസ് ശരിക്കും പറഞ്ഞാൽ പി റീജിയണിൽ മെജോറിറ്റി കാരിയർ ഹോൾസ് ആണ്. അപ്പം ഈ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഈ ഇലക്ട്രോൺസ് വന്ന് ഈ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ പി റീജിയണിൽ എന്നാ പറ്റുന്നത്, പി റീജിയണിലെ ട്രൈവാലൻ്റ് ആറ്റത്തിൻ്റെ കൂടെയുള്ള ഹോളിലേക്കാണ് ഇലക്ട്രോൺ വന്ന് കമ്പൈൻ ചെയ്യുന്നത്. പി റീജിയണിൽ ട്രൈവാലൻ്റ് ആറ്റമാണ് ഇമ്പ്യൂരിറ്റി ഉള്ളത്. അവിടേക്ക് വന്നിട്ടാണ് ഈ ഇലക്ട്രോൺസ് വന്നിട്ട് റീകമ്പൈൻ ചെയ്യുന്നത് അല്ലെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്നാ പറ്റും, ഈ ട്രൈവാലൻ്റ് ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ കിട്ടുക ചെയ്യുന്നത്. ട്രൈവാലൻ്റ് ആറ്റം അപ്പോൾ എന്നാവും, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആവും. സോ ഇലക്ട്രോൺസ് എന്നിൽ നിന്ന് പിയിലോട്ട് പോകുമ്പം എൻ റീജിയണിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഈ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പി റീജിയണിൽ വന്ന് അവിടുത്തെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം പി റീജിയണിൽ ആരുണ്ടാവുന്നുണ്ട്, പി റീജിയണിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഫോം ചെയ്ത ഉടനെ എൻ റീജിയണിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പി റീജിയണിലും ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതിൻ്റെ ഫലമായിട്ട് എൻ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് പി റീജിയണിലോട്ടും പി റീജിയണിൽ നിന്ന് ഹോൾസ് എൻ റീജിയണിലോട്ടും ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ജംഗ്ഷനിൽ ശരിക്കും എന്നാ പറ്റുന്നത്, എൻ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് ക്രോസ് ചെയ്ത് പി റീജിയണിലോട്ട് വരുന്നു, അവിടുത്തെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പം എൻ റീജിയണിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഫോം ചെയ്യും, പി റീജിയണിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഫോം ചെയ്യും. ഈ പ്രോസസ്സ് കുറേ നേരം നടന്നു കഴിയുമ്പോൾ എന്നാ പറ്റും, ഫർദർ ഡിഫ്യൂഷൻ നടക്കത്തില്ല. കാരണം എന്താണ്, എൻ റീജിയണിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യുന്നത് ജംഗ്ഷൻ്റെ അടുത്തായിരിക്കും. എൻ റീജിയണിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യുന്നത് ജംഗ്ഷൻ്റെ അടുത്താണ്. പി റീജിയണിൽ നെഗറ്റീവ് ചാർജ് അയോൺസും ഫോം ചെയ്യുന്നത് ജംഗ്ഷൻ്റെ അടുത്താണ്. അപ്പോൾ എന്നാ പറ്റും, പി റീജിയണിലെ നെഗറ്റീവ് ചാർജ് അയോൺസ് പിന്നെ ഇലക്ട്രോൺസ് എൻ റീജിയണിൽ നിന്ന് വരുമ്പം ഈ ഇലക്ട്രോണിനെ റിപ്പല് ചെയ്യും. പി റീജിയണിൽ ആ ജംഗ്ഷനിൽ ഒരു ലെയർ ഓഫ് നെഗറ്റീവ് ചാർജ് അയോൺസ് ഫോം ചെയ്യും. പിന്നെ വരുന്ന ഇലക്ട്രോൺസിനെയൊക്കെ, പിന്നെ എൻ ടൈപ്പിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെയൊക്കെ പി റീജിയണിലെ നെഗറ്റീവ് അയോൺസ് റിപ്പൽ ചെയ്യും. അതുപോലെ എൻ റീജിയണിലെ പോസിറ്റീവ് അയോൺസ് അപ്പുറത്തുള്ള ഹോൾസിനെയും റിപ്പൽ ചെയ്യും. സോ പിന്നീട് എന്നാ പറ്റും, ഫർദർ ഡിഫ്യൂഷൻ നടക്കത്തില്ല. കാരണം ഈ ഉണ്ടായേക്കുന്ന അയോൺസ് ഫർദർ ഡിഫ്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും റിപ്പൽ ചെയ്ത് നിർത്തും. ജംഗ്ഷനിൽ നിന്ന് ഇലക്ട്രോണിനെയും ഹോൾസിനെയും റിപ്പൽ ചെയ്ത് നിർത്തും. അതുകൊണ്ട് പിന്നീട് അവിടെ ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കത്തില്ല. സോ ജംഗ്ഷനിൽ ഈ ഫോം ചെയ്തേക്കുന്ന ചാർജ് അയോൺസ് മാത്രമുള്ള ഈ റീജിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്? ഈ റീജിയനിൽ മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ് ഡിപ്ലീറ്റഡ് ആണ്. ഇറ്റ്സ് എ റീജിയൻ ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ്. ആരൊക്കെയാണ് മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ്? ഇലക്ട്രോൺസും ഹോൾസുമാണ് മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ്. അപ്പോൾ ഈ അയോൺസ് ഫോം ചെയ്ത റീജിയനിൽ നിന്ന് അയോൺസ് ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും റിപ്പൽ ചെയ്ത് മാറ്റി നിർത്തുന്നത് കൊണ്ട് ആ റീജിയണിൽ മൊബൈൽ ചാർജ് ക്യാരിയേഴ്സായ ഇലക്ട്രോൺസും ഹോൾസും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എ റീജിയൻ ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ പിന്നെ എന്താണുള്ളത്? ഡിപ്ലീഷൻ റീജിയനിൽ ഇമ്മൊബൈൽ അയോൺസ് ആണുള്ളത്. ഡിപ്ലീഷൻ റീജിയനിൽ ഇമ്മൊബൈൽ അയോൺസ് ആണുള്ളത്. അവിടെ മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ് ഇല്ല. ഇത് കഴിഞ്ഞ ദിവസം കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ കണ്ട ക്വസ്റ്റ്യനാണ്. ഡിപ്ലീഷൻ റീജിയനിൽ എന്താണുള്ളത്? ഡിപ്ലീഷൻ റീജിയനിൽ മൊബൈൽ ചാർജ് ക്യാരിയേഴ്സ് ഇല്ല. അവിടെ ഇമ്മൊബൈൽ അയോൺസ് ആണ് ഉള്ളത്. ഇനി ഈ ഡിപ്ലീഷൻ റീജിയൻ ഫർദർ ഡിഫ്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഡിപ്ലീഷൻ റീജിയൻ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് ക്യാരിയേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നീട് ചാർജ് ക്യാരിയേഴ്സ്, മൊബൈൽ ചാർജ് ക്യാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ ഈ ഡിപ്ലീഷൻ റീജിയൻ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ജംഗ്ഷൻ ബാരിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഫർദർ ചാർജ് ക്യാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ ഇതിനെ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ജംഗ്ഷൻ ബാരിയർ എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ ഈ ജംഗ്ഷൻ ബാരിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.1 to 0.3 വോൾട്ട് ആയിരിക്കും. 0.1 to 0.3 വോൾട്ടാണ് ഈ ജംഗ്ഷൻ ബാരിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 6 × 10⁻⁻8 മീറ്റർ ഒക്കെ ആയിരിക്കും. വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ദി ഓർഡർ ഓഫ് 6 × 10⁻⁸ മീറ്റർ ആണ്. ഈ ഡിപ്ലീഷൻ റീജിയനകത്ത് ഇമ്മൊബൈൽ അല്ലെങ്കിൽ ഫിക്സഡ് അയോൺസ് മാത്രമേ ഉള്ളൂ, മൂവ് ചെയ്യാൻ സാധിക്കാത്ത അയോൺസ് മാത്രമേ ഉള്ളൂ. സോ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ചാർജ് റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ചാർജ് റീജിയൻ. ഈ റീജിയണിന് ഔട്ട്സൈഡിൽ മെറ്റീരിയൽ എന്താണ്? ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ ഈ റീജിയണിനകത്ത് എൻ സൈഡിൽ പോസിറ്റീവ് ചാർജുമുണ്ട്, പി സൈഡിൽ നെഗറ്റീവ് ചാർജുമുണ്ട്. സോ അതിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിക്കുന്നത്. ഇനി സിലിക്കൺ പി എൻ ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ എത്രയാണ്? സിലിക്കണിനകത്ത് 0.7 വോൾട്ടാണ്. നമുക്കറിയാം ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന 0.7 വോൾട്ടിലാണ്. അപ്പം സിലിക്കൺ പി എൻ ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ 0.7 ആണ്. ജെർമേനിയത്തിൻ്റെ 0.2 വോൾട്ടാണ്. സിലിക്കൺ പി എൻ ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ 0.7 ആണ്. ജെർമേനിയത്തിൻ്റെ എത്രയാണ്? 0.2 വോൾട്ടാണ്. ഈ പൊട്ടൻഷ്യൽ ബാരിയർ കാരണമാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കാത്തത്. അതായത് ഫർദർ ഡിഫ്യൂഷനെ അത് പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ഈ പൊട്ടൻഷ്യൽ ബാരിയർ മൈനോറിറ്റി കാരിയേഴ്സിനെ കടത്തിവിടും. പൊട്ടൻഷ്യൽ ബാരിയർ ആരെ കടത്തിവിടും? മൈനോറിറ്റി കാരിയേഴ്സിനെ കടത്തിവിടും. അതായത് ടെമ്പറേച്ചർ കാരണം പി റീജിയണിൽ കുറച്ച് ഇലക്ട്രോൺസും കാണും, എൻ റീജിയണിൽ കുറച്ച് ഹോൾസും കാണും. അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. ഈ മൈനോറിറ്റി കാരിയേഴ്സിനെ ജംഗ്ഷനിൽ കൂടെ പോകാൻ സഹായിക്കും. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഈ ഫ്ലോയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മൈനോറിറ്റി കാരിയേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എനർജി ബാൻഡ് ഡയഗ്രം ഓഫ് പി എൻ ജംഗ്ഷനാണ് നമുക്കിനി നോക്കാനുള്ളത്. എനർജി ബാൻഡ് ഡയഗ്രം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെർമി ലെവൽ എന്താണെന്ന് പഠിക്കണം. എന്താ ഈ ഫെർമി ലെവൽ? ഫെർമി ലെവൽ എന്ന് പറയുന്ന ഒരു എനർജി ലെവലാണ്. ഈ എനർജി ലെവലിൻ്റെ പ്രത്യേകത അവിടെ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റിയും ഹോള് കാണാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും. ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റിയും ഹോള് കാണാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി ഹാഫ് അല്ലെങ്കിൽ 50% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്താൽ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. അങ്ങനെ ഉള്ളിടത്ത് ഈ ഫെർമി ലെവൽ എവിടെ വരും? ഫെർമി ലെവൽ എക്സാക്റ്റ് കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും നടുക്കായിട്ട് വരും. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഫെർമി ലെവൽ എവിടെയായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും മിഡിലായിട്ടായിരിക്കും ഫെർമി ലെവൽ കാണുന്നത്. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസ് നോക്കാം. നിങ്ങൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതും കണ്ടക്ഷൻ ബാൻഡിലാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതൽ. സോ നമ്മുടെ ഫെർമി ലെവൽ എവിടെയായിരിക്കും? ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ടു താഴെയായിരിക്കും. നിങ്ങൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺ ആണ്. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ കാണാനുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയായിരിക്കും. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എടുക്കുന്നതെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. മെജോറിറ്റി കാരിയർ ഹോൾ ആണ്. അപ്പം വാലൻസ് ബാൻഡിൽ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അങ്ങനെ വരുമ്പം നമ്മുടെ ഫെർമി ലെവൽ എവിടെ വരും? വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിരിക്കും. ഫെർമി ലെവൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിരിക്കും. നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പി ടൈപ്പും എൻ ടൈപ്പും മെറ്റീരിയൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം ഈ നോ ബയാസ് കണ്ടീഷനിൽ അവിടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് സെയിം ആയിട്ട് മാറും. നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിയുമ്പം ഫെർമി ലെവൽ സെയിം ആയിട്ട് മാറും. അതായത് എൻ ടൈപ്പിലെയും പി ടൈപ്പിലെയും ഫെർമി ലെവൽ സെയിം ആയിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ ആര് ഷിഫ്റ്റ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ചെറുതായിട്ട് ബെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പി ടൈപ്പിലെ ഫെർമി ലെവലും എൻ ടൈപ്പിലെ ഫെർമി ലെവലും ഇ എഫ് പിയും ഇ എഫ് എന്നും സെയിം ലെവലായിട്ട് മാറും. ഇ എഫ് പിയും ഇ എഫ് എന്നും സെയിം ലെവലായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം പി ടൈപ്പിൽ ഫെർമി ലെവലിൻ്റെ തൊട്ട് താഴെയാണ് വാലൻസ് ബാൻഡ്. പക്ഷേ എൻ ടൈപ്പിലോ
ഫെർമി ലെവലിൻ്റെ തൊട്ട് മുകളിൽ കണ്ടക്ഷൻ ബാൻഡാണ്, ഫെർമി ലെവലിനേക്കാളും കുറച്ചധികം താഴെയാണ് വാലൻസ് ബാൻഡ്. അങ്ങനെ വരുമ്പം എന്ത് പറ്റും? അവിടെ വാലൻസ് ബാൻഡ് നോക്കിക്കേ, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തു. ആ ഡിപ്ലീഷൻ റീജിയൻ്റെ പാർട്ടിൽ അവിടെ വാലൻസ് ബാൻഡ് ബെൻഡ് ചെയ്തു. വാലൻസ് ബാൻഡ് മാത്രമല്ല, കണ്ടക്ഷൻ ബാൻഡും അങ്ങനെ തന്നെയാണ്. കണ്ടക്ഷൻ ബാൻഡും അവിടെ ബെൻഡ് ചെയ്യുന്നുണ്ട്. സോ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കിയാൽ, പി എൻ ജംഗ്ഷൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കുമ്പം ഫെർമി ലെവല് സെയിം പൊസിഷൻ ആയിരിക്കും. ഈ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഫെർമി ലെവല് സെയിം ലെവലിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഫെർമി ലെവല് സെയിം ലെവലിൽ നിൽക്കുമ്പം പി ടൈപ്പിനകത്ത് വാലൻസ് ബാൻഡ് ഫെർമി ലെവലിൻ്റെ തൊട്ട് താഴെയാണ്. എന്നാൽ എൻ ടൈപ്പിനകത്തോ വാലൻസ് ബാൻഡ് ഫെർമി ലെവലിലും കുറച്ചധികം താഴെയാണ്. അപ്പോൾ അവിടെ എന്ത് പറ്റും? വാലൻസ് ബാൻഡ് ഒന്ന് ബെൻഡ് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡും ഇതുപോലെ തന്നെയാണ്. കണ്ടക്ഷൻ ബാൻഡ് പി ടൈപ്പിനകത്ത് കുറച്ച് ഉയരത്തിലാണ്, എന്നാൽ എൻ ടൈപ്പിനകത്തോ ഫെർമി ലെവലിൻ്റെ തൊട്ട് മുകളിലാണ്. അതുകൊണ്ട് അവിടെ കണ്ടക്ഷൻ ബാൻഡും ഒന്ന് ബെൻഡ് ചെയ്യും. സോ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ചെറുതായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഫെർമി ലെവല് സെയിം പൊസിഷൻ, സെയിം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പി എൻ ജംഗ്ഷൻ്റെ എനർജി ബാൻഡ് ഡയഗ്രമാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. ഓർത്തിരിക്കുക, ഡിപ്ലീഷൻ ലെയറിൻ്റെ അവിടെ ആര് ബെൻഡ് ചെയ്യുന്നുണ്ട്? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ബെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫെർമി ലെവല് സെയിം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ആണ്. പി എൻ ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങുമാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്